എങ്ങനെ പോകുന്നു ശീതൾ ജീവിതമൊക്കെ? കുഴപ്പമില്ല, നൈസായിട്ട് പോകുന്നു, അടിപൊളി. ശീതൾ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നു. ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ ജേണി ഒന്ന് പുറകോട്ട് പോയി ആലോചിക്കുമ്പോൾ യു ഫീൽ ഹാപ്പി? ഈ ചോദ്യത്തിന് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മള് ഈ അസൈൻഡ് ജെൻഡർ എപ്പോഴും മറ്റൊരാളാണ് അസൈൻ ചെയ്യുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ശരീരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്, പുരുഷന്റെ ശരീരം എന്നുള്ളത്. ശരിക്കും അവിടെ നമ്മൾ ജനനം എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗനോട് കൂടി ആൾക്കാർ ജനിക്കുന്നു എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ഉള്ളതിനപ്പുറം അവിടെ ഇന്റർസെക്സ് പേഴ്സൺസും ജനിക്കുന്നുണ്ട്. അതായത് ഒരു ശരീരത്തിൽ തന്നെ പുരുഷന്റെയും സ്ത്രീയുടെയും ഒക്കെ അവയവമുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ വളരെ വൈവിധ്യമുള്ള ഐ തിങ്ക് 164 ഐഡന്റിറ്റി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വളരെ ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു തോട്ട്സ് പലപ്പോഴും വരും. അപ്പോൾ എൻ്റെ ശരീരം അതായിരുന്നില്ല, മറ്റൊരാളാണ് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ശരീരത്തിൽ ജനിച്ച ആളായിരുന്നു. അപ്പൊ ഈ അസൈൻമെന്റ്, ഈ നിർണയം പലപ്പോഴും ഡോക്ടറോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഇവരൊക്കെയാണ് ശരിക്കും നടത്തുന്നത്. ശരിക്കും ഞാൻ ആരാണെന്ന് എപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് ഈ അസൈൻമെന്റ് നടക്കുന്നത്. ആ നിർണയിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. വേറൊരു പേഴ്സണും, അത് എന്നെ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് പോലും അതിനുള്ള അർഹതയില്ല. കാരണം ഞാൻ ആരാണെന്ന്, ഞാൻ എങ്ങനെയാ ജനിക്കണേന്നുള്ളത് എൻ്റെ മാതാപിതാക്കളുടെ അവബോധം ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അവബോധം ഇല്ലാത്തൊരു സ്പേസിലാണ് ഉള്ളത്. ബട്ട് ഞാൻ അങ്ങനെ ഒരു ലൈഫിൻ്റെ ജേർണിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈവൻ ഞാനങ്ങനെ വലിയ പ്രിവിലേജുള്ള ആളൊന്നുമല്ല, ബട്ട് ഇങ്ങനൊരു പ്രിവിലേജ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, എന്നെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കാം, എൻ്റെ ചുറ്റുമുള്ളവര്. നമ്മള് ലൈഫ് സർവൈവ് ചെയ്യാന്ന് പറയണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെല്ലാവരും അതിജീവിക്കുന്ന മനുഷ്യരാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ട്രാൻസ്പേഴ്സൺ ആയാലും ഒക്കെ അതിജീവിക്കുന്നവരാ. അപ്പൊ നമ്മൾ അതിജീവിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെ ലൈഫിലും ഓരോതരം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജേർണി ടഫായിരിക്കും, അല്ലെങ്കിൽ സ്മൂത്ത് ആയിരിക്കും, ഹാർഡായിരിക്കും. ശീതളുടെ ഒരു കമ്മിങ് ഔട്ട് എങ്ങനെയായിരുന്നു? ഏത് വയസ്സിലായിരുന്നു? അതിനെങ്ങനെ ഒരു വയസ്സൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ജനന സമയത്ത് നമ്മളെ ഈ പറയുന്ന അസൈൻമെന്റ് ചെയ്യുന്നത് മാതാപിതാക്കളാണ്. അപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ട്. അവന് ഒരു മാസ്കുലിനിറ്റിനെ പ്രസന്റ് ചെയ്യുന്ന ഒരാളൊക്കെ ആയിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ എനിക്കങ്ങനെ മാസ്കുലിനിറ്റിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നില്ല, ഒരു ഫെമിനൈൻ നേച്ചർ ആയിരുന്നു. അപ്പൊ ആ ഫെമിനൈൻ നേച്ചറിനെ എപ്പോഴും ഹറാസ് ചെയ്യുക, ബുള്ളി ചെയ്യുക, ത്രെട്ടണിങ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം എൻ്റെ ഫാമിലി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. ദെൻ മൈ സ്കൂൾ, അവിടെ നിന്നും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദെൻ സൊസൈറ്റി. അപ്പം എൻ്റെ അല്ലെങ്കിൽ ഞാൻ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്കങ്ങനെ വലിയ മെമ്മറീസ് ഒന്നുമില്ല, ബട്ട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒന്നുമില്ല. ബട്ട് ഇന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുക എന്നൊന്നുമില്ല. പല ഏരിയയിൽ തിരിച്ചറിയാം. അതിപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ ഒത്തിരി റിലേറ്റീവ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇപ്പം എനിക്ക് എൻ്റെ ആന്റിയുടെ മകളുണ്ട്, അവളാണ് എനിക്ക് ഫ്രോക്കൊക്കെ തന്നിരുന്നത്. മാസികകൾ വായിക്കുമായിരുന്നു, ഫിലിം മാസികൾ. അപ്പൊ ആ സമയത്ത് കൂടുതലും ഒരു പെൺകുട്ടികളായ സുഹൃത്തുക്കളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പെൺകുട്ടികളോട് കൂടാനായിരുന്നു ഇഷ്ടം. എന്റെ നേച്ചർ എങ്ങനെയായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. മേ ബി അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവത്തില്ല. ബട്ട് എനിക്ക് ഒത്തിരി റിലേറ്റീവ്സിൽ ഒത്തിരി പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നേച്ചർ ഉണ്ട്. പക്ഷെ ഞാൻ ആൺകുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴാ എന്നെ തിരിച്ചറിയെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാ. ബട്ട് എൻ്റെ ഓരോ ലൈഫിന്റെ ഓരോ ജേർണിയിലും ഞാൻ എന്നെ റിയലൈസ് ചെയ്യാനായിട്ടും ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ ഹൂ ഐ ആം എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഒരു ബെറ്റർ ആൻസർ കിട്ടിയത് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാ. അപ്പോഴൊക്കെ എന്റെ കൗമാരൊക്കെ കഴിഞ്ഞു, ഞാൻ യൗവനത്തിലേക്ക് ഇറക്കി. ആദ്യമൊക്കെ അപ്പൊ ശരിക്കും ഇങ്ങനെ ഡൗട്ട് ആയിരുന്നോ
പിന്നീട് ഇപ്പൊ പറഞ്ഞില്ലേ ഒരു വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞതെന്ന്. അപ്പോ ഒരുപാട് സമയത്ത് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നോ, ഞാൻ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ്? ഡൗട്ട്സ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യമല്ല ശരിക്കും. കാരണം നമ്മുടെ ഫാമിലി, ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ അഡ്വക്കസി, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ വളരെ മോശം ഏരിയ ആണല്ലോ. ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചൊന്നുമുള്ള നോളജ് സെൻസ് ഇല്ല എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ബട്ട് അത് ഇല്ലെങ്കിൽ പോലും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഹറാസ്മെന്റ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഇവരുടെ അടുത്ത് നിന്ന് നേരിട്ടിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റുകൾ, ഇതൊക്കെ എനിക്ക് വല്ലാത്ത അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് ഫിയർ ഉണ്ടായിട്ടുണ്ട്, ട്രോമ ഉണ്ടായിട്ടുണ്ട്, വയലൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കുറച്ചുകൂടി ഭീകരമായിട്ട് പോകുന്നത് ഹൈസ്കൂളിലൊക്കെ. അപ്പം സെക്ഷൽ വയലൻസ് ആണ്. ബാക്കിയുള്ള വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ മോശം പറയുകയോ ചെയ്താൽ നമുക്ക് മനസ്സിനാണ് മുറിവുണ്ടാവുന്നത്. പക്ഷെ ശരീരത്തിന് മുറിവുണ്ടാവുന്നത് ഈ പറയുന്ന സെക്ഷൽ വയലൻസ് ഒക്കെ നടക്കുമ്പോഴാണ്. അപ്പം അത് നമുക്ക് ഒട്ടും പറ്റത്തില്ല. അത് ഞാൻ 9th ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷമാണ് ബാംഗ്ലൂർ പോകുന്നത്. ഈ സെക്ഷൽ വയലൻസ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഇപ്പോഴും ഈ ഒരു ട്രോമയിൽ നിന്ന് ശീതൾ റിക്കവർ ആയിട്ടുണ്ടോ? ഇപ്പൊ ഞാനിത് പറയുമ്പോൾ പോലും എനിക്ക് അത് ഓർക്കണല്ലോ. അപ്പൊ എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഇപ്പൊ ഞാൻ റിസോഴ്സ് പേഴ്സണും കൂടിയാണ്. അപ്പോൾ ക്യാമ്പസുകളിലോ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഈ ചൈൽഡ് അബ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഓർക്കും. അപ്പൊ എനിക്ക് ആ ഒരു മെമ്മറി വരും. അപ്പൊ ചെറുതായിട്ടൊക്കെ പക്ഷെ ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പഠിച്ചു. ബട്ട് എന്നിരുന്നാലും നമുക്ക് മനസ്സുകൊണ്ട് വേദനിച്ച നേരിട്ടൊരു സംഭവത്തെ നമ്മൾ വീണ്ടും കാലങ്ങൾക്ക് ശേഷം ഓർത്തെടുക്കുമ്പോഴും അതിന്റെ ഒരു എഫക്റ്റും അതിന്റെ ഒരു ഡെപ്തും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഈ വയലൻസ് ഒക്കെ നേരിട്ടു, ഒരുപാട് ബുള്ളിങ് നേരിട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നാണ് നേരിട്ടിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എപ്പോഴും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓടിപ്പോയി പറയാ വീട്ടുകാരുടെ അടുത്തായിരുന്നു. ശീതളിന് അങ്ങനെ ഒരു ഹെൽത്തി ഫാമിലി ആയിരുന്നോ ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലിയില് ഞാൻ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പറയുന്ന ഹറാസ്മെന്റ് ഒക്കെ ഞാൻ കണ്ടോണ്ടിരുന്ന. എന്റെ പപ്പ ഭയങ്കര ആൽക്കഹോളിക് ആയിരുന്നു. മമ്മി വളരെ പാവമായിട്ടുള്ള ഒരു സോഫ്റ്റ് വുമൺ ആയിരുന്നു. പപ്പ ആൽക്കഹോളിക് ആയതുകൊണ്ട് തന്നെ മമ്മി എപ്പോഴും ബുള്ളിയൊക്കെ ചെയ്യും, ഹറാസൊക്കെ ചെയ്യും. അപ്പം ഓൾറെഡി അവര് വല്ലാത്ത വിഷമത്തിലാണ്. അപ്പൊ ഞാൻ എൻ്റെ വിഷമവും കൂടിയും പോയി പറഞ്ഞ് അവരെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ച് പലപ്പോഴും എൻ്റെ അവസ്ഥകളെ ഞാൻ പലപ്പോഴും മറച്ചു വെക്കാറുണ്ടായിരുന്നു. പോകെ പോകെ എനിക്ക് ഇതും പറ്റാതായി. അങ്ങനെ ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു. അമ്മ എങ്ങനെ സപ്പോർട്ട്? യഥാർത്ഥത്തിൽ ഞാനല്ല ഇത് പറയുന്നത്. എൻ്റെ സ്കൂളില് എനിക്ക് നടന്നിട്ടുള്ള ഒരു സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച് എൻ്റെ ടീച്ചറോട് പരാതിപ്പെട്ടു. അപ്പൊ ടീച്ചറാണ് മമ്മീനെ വിളിച്ചുകൊണ്ടുവന്ന് മമ്മിയുടെ അടുത്ത് സംസാരിച്ചത്. ഈ കുട്ടിക്ക് മാനസിക രോഗമാണ്, അതുകൊണ്ടാണ് ആൺകുട്ടികൾ അങ്ങനെ ചെയ്തത്, ഈ കുട്ടീനെ ട്രീറ്റ് ചെയ്യണം. ഞാൻ ഒരു 7th ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, പിന്നെ ധ്യാന കേന്ദ്രത്തിലൊക്കെ കൊണ്ടുപോകുന്നു. ആ സമയത്ത് അമ്മ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിരുന്നു എന്താണ്? ഇല്ല, അമ്മയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല. അവർക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം അമ്മ ഒരു 9th 10th ഒക്കെ പോയിട്ടുള്ളു. പക്ഷെ അതിനേക്കാൾ ഹയർ ഒക്കെ പഠിച്ച ടീച്ചറാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ അവരുടെ വാക്കാണല്ലോ കേൾക്കുന്നത്. അത് ആ കാലഘട്ടത്തിൽ. അപ്പൊ അത് വിശ്വസിക്കുന്നു. ഇപ്പൊ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയാൽ ദൈവം ശരിയാക്കും, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ അവര് ഹോർമോൺ കൊടുത്താൽ ശരിയാവും എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാ ആളുകൾക്കുള്ള പോലെ തന്നെ ആ കാലത്തുണ്ടായിരുന്നു. ആ കാലം ഈ കാലം വ്യത്യാസമില്ല. ഈ കാലത്ത് ഇപ്പോഴും ഉണ്ട്. ഈ പറയുന്ന കൺവെൻഷൻ തെറാപ്പി ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റൽസും ഉണ്ട്, ക്ലിനിക്സും ഉണ്ട്.